ഈ വീഡിയോയുടെ പേര് ഐ ആം ദ കിങ് എന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ ഒരു പ്രാവശ്യം കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. വീണ്ടും ഒന്നുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം ഇതിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു രാജാവിനെ പോലെയാണ് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പം അയാൾ രാജാവിനെ പോലെയാണെന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഒന്ന്, അയാൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കണം. നല്ല ഹെൽത്താണെന്നുണ്ടായിരിക്കണം. അതേസമയം അയാൾക്ക് സമ്പത്തുണ്ട്, പക്ഷേ ഹെൽത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ മേലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ പറയുകയില്ല. അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളൊരിക്കലും അയാൾ രാജാവിനെ പോലെയാണെന്ന് നമ്മൾ പറയുകയില്ല. പിന്നെ അയാൾക്ക് സമ്പത്ത് വേണം. തീരെ സമ്പത്തില്ലാതെ ജീവിക്കുന്ന ഒരാൾ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറയാൻ മടി വരും. രാജാവിനെ പോലെയാണെന്ന് പറയാൻ മടി വരും. അപ്പം ഒന്ന് ഹെൽത്ത് വേണം, ഒന്ന് അത്യാവശ്യം സമ്പത്ത് വേണം. ഇതെല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കണം. ഒരു സമാധാനത്തിലുള്ള ലൈഫ് ആയിരിക്കണം. ഇതെല്ലാം കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് നമ്മൾ സാധാരണ പറയാറ് അയാൾ രാജാവിനെ പോലെയാണ് ജീവിക്കുന്നത് എന്ന് പറയും. അപ്പം ഒന്ന് ഹെൽത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും ഒരുപാട് ഫുഡ് ഉണ്ട്. ഇപ്പം ചോയ്സ് ഒത്തിരി ഉണ്ട്. പ്രോസസ്ഡ് ഫുഡ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കാണുന്നില്ല. അപ്പോൾ അതെല്ലാം മാറ്റാനുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ചോയ്സ് ഉണ്ട് ഒരുപാട്, പക്ഷേ അതെല്ലാം നല്ലതല്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആഹാരം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഇനം ഗോതമ്പ് മേടിച്ച് അത് പൊടിപ്പിച്ചിട്ടാണ് നമ്മൾ ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ പൊടിപ്പിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമായിരിക്കും, വല്ലപ്പോഴേ ഉള്ളൂ പോകത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞാൻ ഈ രീതിയിലുള്ള കഴിക്കുക ഫുഡ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു രാജാവിനെ പോലെയാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് എന്നുള്ള ഫീലിംഗ് എനിക്കുണ്ടാവും. കാര്യം എൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ആണിത്. വേറെ അങ്ങനെ തോന്നണമെന്നില്ല. എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഐ ആം ദ കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് മറ്റുള്ളവർ വളരെ മോശമായിട്ട് ആഹാരം കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് അറിയാം. അതും ഞാനും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. വേറെ ആളുടെ ചിന്താഗതി അല്ല, വേറെ ആളുടെ ആംഗിളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടേ അല്ല. അപ്പം ഞാൻ എൻ്റെ കാര്യം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളോട് ഇതിലൂടെ പറയുന്നു. അല്ലാതെ ഇത് പറയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഒന്ന് എൻ്റെ ആഹാരം. അപ്പം ആ നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഉണ്ടാവും. ആ ഹെൽത്ത് ഉണ്ടാവും. അങ്ങനെ ഹെൽത്ത് എനിക്ക് ബിൽഡ് ആവുന്നതനുസരിച്ച് എനിക്കൊരു ഫീലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ ആം ദ കിങ്. അതുപോലെ എക്സസൈസ്, പ്രോപ്പർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട്. ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്. അപ്പം പലരും എൻ്റെ പ്രായത്തിലുള്ളവർ അങ്ങനെ ചെയ്യുന്നില്ല. അവർ 20 വയസ്സിൽ കളിച്ചു, അല്ലെങ്കിൽ 12 വയസ്സിൽ കളിച്ചു, ഇപ്പോൾ ഇല്ല. അപ്പം അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ്. അപ്പോൾ ഒരു ഹെൽത്തി ബോഡി ഉണ്ടായിരിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റം സംഭവിക്കണം. അതുപോലെ നമ്മൾ പ്രസൻസിലായിരിക്കണം, നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ ഞാനൊരു കാര്യം ഒരു ഓർഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. നടക്കാത്ത ഓർഡർ ഞാൻ ഇടത്തില്ല, ചെയ്യത്തില്ല. അപ്പം ആ രീതിയിലുള്ള ആൾക്കാരോടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നിങ്ങളൊരു ഓർഡർ കൊടുക്കുമ്പോൾ അത് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പം നിങ്ങളുടെയാണ്. നിങ്ങൾ റൈറ്റ് ആൾക്കാർക്കല്ല ഓർഡർ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത ആൾ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അടുത്ത ആൾ വീക്കാണ്.
അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് മാറുമ്പോഴത്തേക്കും ഇത് സംഭവിക്കും. അവിടെയും ഒരു രാജകീയ ഫീലിംഗ് നമുക്കുണ്ടാവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ പതുക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ അപ്ലൈ ചെയ്യും. നമുക്കതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. വിഷൻ ബോർഡിനകത്ത് ഐ എം ദ കിങ് എന്ന് വേണം എഴുതി വെക്കാം, അഫർമേഷൻ. അപ്പം അഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ അഫർമേഷനിൽ വെക്കേണ്ടത്. നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് ടൂളാണ് അഫർമേഷൻ. നമ്മുടെ ആഗ്രഹമാണ് നമുക്ക് അതുപോലെ ഒരാളായിത്തീരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആ ടൂള് നമുക്ക് ആവശ്യമാണ്. നമ്മളത് നമുക്ക് എന്തായി തീരണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ലൈഫിൽ. അതിനാണ് അഫർമേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൂൾസ് എല്ലാം അപ്ലൈ ചെയ്യുക. ഓക്കെ, എൻ്റെ ട്രെയിനിങ് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. പിന്നെ ഡയറക്റ്റ് ഞാൻ എൻ്റെ കോട്ടയത്താണ് എൻ്റെ ഓഫീസ്. ഞാൻ അവിടെ ഡയറക്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 1-to-1 കൺസൾട്ടിങ് ഉണ്ട്, ബിസിനസ് കൺസൾട്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനവിടെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെയുണ്ട്, അത് വിളിച്ചാൽ മതി. ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ഞാൻ ഇനിയും ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് കാണുക. കണ്ട ശേഷം എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണുക. അപ്പോൾ 1-2 പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി വരും. എന്താണ് ഞാൻ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പിടികിട്ടാതെ വരും. സാരമില്ല, എല്ലാവർക്കും അങ്ങനെയാണ്. പതുക്കെ മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെ കാര്യങ്ങൾ. അതിന് ശേഷം മനസ്സിലായി വരുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടിരുന്നാൽ മതി. കംപ്ലീറ്റ് ചേഞ്ച് ആവും ലൈഫ്. താങ്ക് യു.